ഫ്രണ്ട്സ്. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചുമ്മാ ഒരു പരീക്ഷണം, കുക്കിംഗ് പരീക്ഷണം. കുറച്ച് ചിക്കനും കുറച്ച് ബ്ലൂബെറി ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു ചിക്കനും ബ്ലൂബെറിയും കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നുള്ളത്. അപ്പം ഗ്രേസ് ടേസ്റ്റ് ചെയ്തിട്ട് അത് എന്തുട്ടെന്ന് പറയാം, നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തേക്കണ ചിക്കൻ എന്ന് പറയുന്നത് ലെഗ് പീസിൽ നിന്ന് ചിക്കൻ സ്ലൈസ് ചെയ്തെടുത്ത് ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തേക്ക് ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും ഇട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കണം കുറച്ച് നേരത്തേക്ക്. ആദ്യം കുറച്ച് ഉപ്പ് ഞാൻ ഇങ്ങനെ വെതറാണ്ടോ, അളവൊന്നും എനിക്കറിയില്ല, ഞാനൊരു ഇതിലങ്ങനെ ഇടാം. ഇനി കുറച്ച് പെപ്പർ ഇടാം നമ്മൾ. ഇനി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ബ്ലൂബെറി എടുത്ത് നമ്മളൊന്ന് ചതയ്ക്കണം. ബ്ലൂബെറി ഇപ്പം നമ്മൾ ചതച്ച ശേഷം അതിൻ്റെ എസൻസ് കുറച്ച് ചാറുണ്ട്, അത് കുറച്ച് ഈ ചിക്കനിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലേക്ക് ഒന്നിടണം, ഒഴിക്കണം. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യണേ. ഇനി നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പാടുള്ളൂ സംഭവം. ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എന്തായാലും ഒരു അരമണിക്കൂർ ആവുമ്പോൾ ഇരിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽ നമുക്ക് സോസ് ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് പറ്റുന്ന പോലെ ഒരു സോസ് ട്രൈ ചെയ്യാം. അപ്പോൾ ബാക്കി കുറച്ച് ബ്ലൂബെറി ഉണ്ട്, അത് അതിനകത്തേക്ക് ഇട്ട് നമ്മൾ ഒന്നുകൂടി അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ ഒരു റെഡ് വൈൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായ ക്യാപ്സിക്കം, കുറച്ച് സവോള, അതുപോലെ തന്നെ കുറച്ച് ടൊമാറ്റോ, പിന്നെ കുറച്ച് 2-3 അല്ലി ഗാർലിക് കൂടി ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്ത് പാൻ ചൂടായി കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ക്യാപ്സിക്കം, ടൊമാറ്റോ, ഗാർലിക്ക് അതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി പിന്നെ കുറച്ച് ജീരകം നമ്മൾ ചേർത്തു. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച ബ്ലൂബെറിയും കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്തു. ഇതെന്താ സംഭവം, കറി ആയിട്ടാണോ? ഇതൊരു ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് എങ്ങനെ വരുമെന്ന് എനിക്കറിയില്ല. അതെല്ലാം ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് റെഡ് വൈനും കൂടി ഒന്ന് ആഡ് ചെയ്തു. അതിന് ശേഷം കുറച്ച് ഒറിഗാനും കൂടി ഒന്ന് ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് മൂടി വെച്ചു. അപ്പോൾ കുറച്ച് നമ്മൾ പൊക്കി നോക്കി കഴിഞ്ഞപ്പോൾ അത് ഏകദേശം ഒന്ന് വറ്റി വന്നു. അപ്പം നമ്മൾ മൂടി വെച്ചിട്ട് നമ്മൾ തീ ഓഫാക്കി. വൺസ് അത് തണുത്ത ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് അത് മാറ്റി. അതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് അത് അടിച്ചെടുത്തു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ അടിച്ചെടുത്തത്. പിന്നീട് നമ്മൾ അതൊരു ബൗളിലേക്ക് മാറ്റി വെച്ചു. മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും പാൻ ചൂടായ ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ച് പിന്നെ അതിനകത്ത് വെള്ളത്തിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയിട്ടു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 ഗാർലിക്കും കൂടി നടുവേ കീറി അതിൻ്റെ ഒപ്പം ഇട്ടു. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്ലേവറിന് വേണ്ടി മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ പാൻ മൂടി വെച്ചു. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ലിഡൊക്കെ തുറന്ന് ഒന്ന് ചിക്കൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു. അതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ലോണം ചിക്കൻ കുക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ സെയിം പാനിൽ ബാക്കി ഉണ്ടായ കുറച്ച് ചിക്കൻ കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മൾ പാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ നമ്മളങ്ങനെ പാൻ ഫ്രൈ ചെയ്ത് പാൻ ഓഫാക്കി ഇനി ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മളതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലേറ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് അവക്കാഡോയും ഒരു ചെറിയ ടൊമാറ്റോ ചെറിയ സ്ലൈസും പിന്നെ ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് നമ്മുടെ മുന്നിൽ നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ച നമ്മുടെ ഡിഷ്. ഇനിയും ടേസ്റ്റർ ഗ്രേസിനെ
വിളിച്ച് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. ലുക്ക് എങ്ങനെയുണ്ട് ഡിഷിന്റെ? ലുക്കൊക്കെ നല്ലതാ, നല്ല മണമുണ്ട്. അതായത് ഞാൻ പറയാം, ഹായ് ഗൈസ്, മറന്നുപോയി, ഫുഡ് കണ്ടപ്പോൾ ഞാൻ മറന്നുപോയി. ജോബിൻ ചേട്ടൻ ഉണ്ടാക്കിയ ഡിഷാണ് കേട്ടാ. എന്നിട്ടാണെന്ന് എനിക്കറിയില്ല. ഇന്ന് രാവിലെ മുതൽ എന്തോ ബ്ലൂബെറി വെച്ച് എന്തോ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജോബിൻ ചേട്ടൻ ഉണ്ടാക്കുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും, എന്റെ മനസ്സിൽ ഇങ്ങനെ ബ്ലൂബെറിന്റെ കളറിലുള്ള എന്തെങ്കിലും ആയിരിക്കും. എനിക്ക് പുള്ളി ഇത് രണ്ട് സൈസൊക്കെ ആയിട്ട് ഉണ്ടാക്കിയേക്കണം. ഇത് ഫ്രൈ ചെയ്തത്, ഇത് ബോയിൽ ചെയ്തത്, മൊത്തം ബ്ലൂബെറിയുടെ ഫ്ലേവറിലാണ്. ഈ സോസ് കണ്ട, ഈ സോസും ബ്ലൂബെറി വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആ ബ്ലൂബെറിയുടെ അതേ കളറൊക്കെ ഉണ്ട്. ഇത് പിന്നെ കുറച്ച് വെജീസ് ഒക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, തക്കാളിയും ക്യാരറ്റും അവക്കാഡോ ഒക്കെ. അപ്പോൾ കഴിച്ചു നോക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. ഞാനാണ് ഒഫീഷ്യൽ ടേസ്റ്റർ. സോസിൽ മുക്കി ഞാൻ കുറച്ചും കൂടി ആ ഒരു കളറൊക്കെ കയറിയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ പോട്ടാ. ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എന്തിന്റെ ടേസ്റ്റ് എനിക്ക് പറയാൻ പറ്റില്ല. ഗുഡ്. ഓക്കെ, ഒരു ചെറിയ പീസ് ഉണ്ട്, അത് വെറുതെ കഴിച്ചു നോക്കാം. കുഞ്ഞി പീസ് വെറുതെ കഴിച്ചു നോക്കാൻ പോവാ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ബ്ലൂബെറിന്റെ എന്തോ ഒരു ടേസ്റ്റും കൂടി എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ്, നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രൈ കഴിക്കാൻ പോവാ. ഫ്രൈ ചെയ്തത് ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സോസിൽ ഡിപ്പ് ചെയ്യാൻ പോവാ. ഇത് സോസിൽ ഡിപ്പ് ചെയ്തു. ലുക്ക് നൈസ് അല്ലേ? രണ്ടും രണ്ട് ടേസ്റ്റ് ആണ്. ഇതിനില്ലേ നമ്മള് ഗ്രില്ല് ചെയ്യൂലേ ചിക്കൻ, നമുക്ക് ഗ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ അവരെന്ത് വെച്ച് ഗ്രില്ല് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് ഉണ്ട് ഈ ചിക്കന്. സോസ് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ രണ്ടും നല്ലതാ, പക്ഷെ രണ്ട് ടേസ്റ്റ് ആണ്. ഇഷ്ടപ്പെട്ടു. ജോബിഞ്ഞാന്റെ പരീക്ഷണം അടിപൊളിയായിട്ടുണ്ട്. ട്രൈ ചെയ്യാം. അവക്കാഡോയും കൂടി കഴിക്കാൻ പോവാ. എന്താണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സംഭവം നല്ല സക്സസ് ആണ്. ഈ സോസിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ശരി, സംഭവം അടിപൊളിയാണ്. ഇത് രണ്ടില് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ച കൺഫ്യൂഷൻ ആണ് എനിക്ക്. അപ്പൊ എനിക്ക് ഒന്നുകൂടി കഴിച്ചു നോക്കട്ടെ. ഓക്കെ, ജോബിൻ ചേട്ടൻ പറ. ജോബിൻ ചേട്ടൻ ഏതായിരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്നാണ് ജോബിൻ ചേട്ടൻ വിചാരിക്കണം. ഫ്രൈ ചെയ്തതായിരിക്കും എനിക്കിതില് ഡിഷില് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതായത് 10 ഒരു 9.8 ഇഷ്ടപ്പെട്ടത് ഇതാണ്. അതാണോ ഇഷ്ടപ്പെട്ടെ? ബോയിൽ ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ബോയിൽ ചെയ്തത് സോസിൽ മുക്കി കഴിക്കാനായിട്ട്. ഇത് 10 ഒരു 7 ഇഷ്ടപ്പെട്ടു. പക്ഷെ കാരണം ഇത് നമുക്ക് ഗ്രില്ലിന്റെ ടേസ്റ്റ്, അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെയാണ്. പക്ഷെ ഈ സോസും ഇതുമായിട്ടൊരു മാച്ച് അല്ല. ഈ സോസിന് ഇത് ചേരില്ല. പക്ഷെ ഈ സോസിൽ മുക്കി കഴിക്കാൻ ഏറ്റവും സൂപ്പർ ഇതാണ്. അപ്പൊ ഇനി ജോബിൻ ചേട്ടൻ ട്രൈ ചെയ്യും. ആദ്യം ഈ അവക്കാഡോ എനിക്ക് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏയ് നല്ലതാ. ഇതിന്റെ സോസാണോ ഇത് എന്താ പറയണത് എനിക്കല്ല. എന്ത് സാധനം ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ അതെ, ഇതില് ബ്ലൂബെറി ഒക്കെ ഇട്ടിട്ടുണ്ട്. ബ്ലൂബെറി കിട്ടി. ബോയിൽ ചെയ്ത് സോസും കൂടി കഴിയുമ്പോൾ നല്ല രസമുണ്ട്. അത് മറ്റൊരു കഴിച്ചില്ലല്ലോ.
ബോയിൽ ചെയ്താൽ അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ബ്ലൂബെറി ഇല്ലെങ്കിൽ സ്ട്രോബെറി ഇട്ടിട്ട് ട്രൈ ചെയ്യൂ, ബ്ലൂബെറീസ് ഇട്ടിട്ട് ട്രൈ പിന്നെ ചെയ്യൂ. ഈ ഡിഷിനൊരു പേര് നിങ്ങൾ പറഞ്ഞ ചിലപ്പോൾ പേരുണ്ടാവും, എനിക്കറിയില്ല. ഈ ഡിഷിന് നിങ്ങളൊരു പേര് പറഞ്ഞു. ഈ ബോയിൽ ചെയ്തതും ഈ സോസും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അവക്കാടായിരുന്നല്ല ടേസ്റ്റ് റിയലി ഗുഡ്. ഗുഡ്. എനിക്ക് തോന്നുന്നു ഈ ഫ്രൈ ചെയ്തത് വേറെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതെ, ബൈ ബൈ, സീ യു. നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഓക്കെ.